കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് എങ്ങനെ ഈസി ആക്കി പഠിക്കാം. ഞാൻ എൻ്റെ ക്ലാസ്സിൽ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്ന ഒരു ടേം ഉണ്ട്, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഇതാണ് കെമിസ്ട്രി. അഥവാ കെമിസ്ട്രി നിങ്ങൾ അറിയേണ്ട പോലെ അറിഞ്ഞ് പഠിക്കേണ്ട പോലെ പഠിച്ചാണ്ടല്ലോ, വെരി സിമ്പിൾ, ഹമ്പിൾ ആൻഡ് പവർഫുൾ ആണെന്ന് ഞാൻ പറയും. സോ അതെങ്ങനെ നമുക്ക് ഈസി ആക്കി എടുക്കാം എന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അടിപൊളിയായിട്ട് പറഞ്ഞുതരാം. ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി, ഇതുപോലെ ഒന്ന് പഠിച്ചാൽ മതി. ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്ന ആ കെമിസ്ട്രി പഠിക്കാൻ ഇറങ്ങുകയാണല്ലോ, അപ്പോൾ അതിൽ ഒരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കുക. പഠിക്കുന്ന കാര്യങ്ങൾ അത് ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിൽ മെയിനായിട്ട് അറിയേണ്ട ഒരു സാധനം, ഇപ്പോൾ മാത്സ് പഠിക്കുമ്പോൾ നമ്മൾ പ്ലസും മൈനസും എങ്കിലും മിനിമം അറിയണമെന്ന് പറയില്ലേ, ഇതേപോലെ ബേസ് സ്ട്രോങ് ആക്കുക എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിത്തെ ബേസ് എന്താണെന്ന് പറഞ്ഞാൽ ആറ്റം. ഫോർ എക്സാമ്പിൾ പറയാം, ഞാൻ 2-3 എക്സാമ്പിൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ആറ്റംസ് മോളിക്യൂൾസ് നമുക്ക് കേട്ടാൽ എന്ന് പറയാതെ അത് എന്താണെന്ന് കൃത്യമായിട്ട് അറിയുക. മോളിക്യൂൾസ് തമ്മിൽ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ആറ്റംസ് അവിടെ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്താണ് സംഭവം? ആറ്റംസ് എന്ന് പറഞ്ഞാൽ പക്ക എന്താണ്, മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് എന്താണ് എന്ന് നിങ്ങൾ അറിയുക. മിനിമം ഒരു 1 to 20 എലമെൻസിൻ്റെ പേരെങ്കിലും അതിൻ്റെ നമ്പറുകളൊക്കെ അറിയുക. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പേര് പറയുമ്പോഴേക്കും അതിൻ്റെ നമ്പർ കിട്ടുന്നു, അത് എന്തുകൊണ്ടാണ് ആ നമ്പർ അങ്ങനെ ആവുന്നു എന്ന് പറയുന്നു. അപ്പോൾ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷൻ കിട്ടുന്നു, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. നിങ്ങളുടെ ബ്രെയിനിൽ അതൊക്കെ ഉണ്ട് എന്നുള്ളൊരു സംഭവം തന്നെ പഠിക്കാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. ആൻഡ് ഓൾസോ വാലൻസി എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ ഒരു റിയാക്ഷനിൽ എങ്ങനെയാണ് ഫോമുല വരുന്നത്, ആ ഫോമുല എങ്ങനെ റിയാക്ഷനിൽ വരും, റിയാക്ഷനാണല്ലോ പലവർക്കും ടഫ് ഉണ്ടാവുക, ആ റിയാക്ഷൻ വരെ സിമ്പിളാവും. അപ്പോൾ ഇത് മൊത്തത്തിൽ ഈസി ആവാൻ വേണ്ടി ആദ്യത്തെ നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ബേസ് സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. അങ്ങനെ സ്ട്രോങ് ബേസുമായിട്ട് പോകുന്ന നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ പിന്നെ കുറേ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ കാണുകയാണ്, ഓർഗാനിക് കെമിസ്ട്രി മുന്നിൽ ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ കഴിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിങ്ങനെ 2H2 + O2 = 2H2 എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ എന്താ, നിങ്ങൾ ഓൾറെഡി ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 2 H2 ഉണ്ട്. അപ്പോൾ റിയാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അത് 2H2 + O2 = 2H2 എന്തോ സാധനമല്ല. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഓർഗാനിക് കെമിസ്ട്രിയിൽ കാർബണിൻ്റെ ചുറ്റും ഇത്ര ആൾ വന്നത് എങ്ങനെ, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ, അതിങ്ങനെ H2 എന്ന് പറയുമ്പോൾ എങ്ങനെ ബോണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമ്പോണ്ടല്ലോ, ഇറ്റ്സ് സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ അങ്ങനെ പഠിക്കുക. പിന്നെ ഇതൊക്കെ കൂടെ കണ്ടിട്ടാണ് നമ്മൾ ചില റിയാക്ഷൻസ് ഒക്കെ ചെയ്യാൻ ലാബിലേക്ക് കയറുമ്പോൾ, ലാബിൽ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കെമിസ്ട്രി പറയുന്നതൊക്കെ സത്യമാണല്ലോ, നമുക്കിങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. അത്രയും ഈസിയാക്കി മാറ്റാൻ പറ്റും. ഞാൻ വെറുതെ പറയുന്നതല്ല. ദെൻ നമ്മുടെ ലൈഫിൽ അടുത്ത് നിങ്ങൾ പറയേണ്ട ഒരു പോയിൻ്റാണ്, നമ്മൾ കെമിസ്ട്രിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇത് വേറെ ഏതോ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇത് ലൈഫായിട്ട് യാതൊരു ബന്ധമില്ല എന്നല്ല. നിങ്ങൾ ലൈഫിൽ പറയുന്നതും കാണുന്നതുമായിട്ടുള്ള പല സംഗതികളുടെയും കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ പഠിക്കുന്നത്. വിച്ച് മീൻസ് അതൊക്കെ കെമിസ്ട്രിയാണ്. നിങ്ങൾ സോപ്പിനെ കുറിച്ച് പഠിക്കുന്നു, സോപ്പ് നിങ്ങൾ ഡെയിലി ലൈഫിൽ കുളിക്കുന്നവരാണെങ്കിൽ ഉപയോഗിക്കുന്നു ആണെങ്കിൽ, അപ്പം ആ സോപ്പിലുള്ള റിയാക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് കെമിസ്ട്രിയിൽ വരുന്നത്. ആ സോപ്പിൻ്റെ കാര്യം, മിൽക്ക്, ഇപ്പം ഞാൻ 2-3 എക്സാമ്പിൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ, വീണ്ടും പറയുന്നു. പാല് തൈരാക്കുമ്പോൾ അതിൽ നടക്കുന്ന റിയാക്ഷൻസ് ഒക്കെ കെമിസ്ട്രിപരമായ റിയാക്ഷൻസാണ്. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്, അതെന്താ അങ്ങനെ ആവാൻ കാരണം, ഒരു ചെറിയ വിനെഗർ ചെല്ലുമ്പോഴേക്കും അത് തൈരാവാനുള്ള കാരണം എന്താ, ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം അത് ഭയങ്കരം തന്നെയാണ്. ബാറ്ററി, നമ്മൾ ക്ലോക്കിലും വാച്ചിലൊക്കെ ഉണ്ടാകുന്ന ബാറ്ററി, അതിൻ്റെ ഉള്ളിൽ പോലും കെമിസ്ട്രിയിൽ നടക്കുന്നത് നമ്മൾ ഈ പുച്ഛത്തോടെ തള്ളിക്കളയുന്ന റിയാക്ഷനുകളാണ് നടക്കുന്നത്. ഇങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന റിയാക്ഷനുകളൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്നും, ഇത് ഡെയിലി ലൈഫായിട്ട് ബന്ധമുള്ള സാധനമാണെന്നും, അത് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുമെന്നും, അതിലെനിക്കൊരു സ്ട്രോങ് ബേസ് ഉണ്ടാക്കുമെന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലെവൽ ഓഫ് ഇതിൽ നിങ്ങൾ എത്തി. അത് വെച്ചിട്ടാണ് നിങ്ങൾ പഠിക്കുന്നത്, ഏത് ക്ലാസ് ആയിരിക്കുകയാണെങ്കിലും. ദെൻ നിങ്ങൾ ഇനി പ്യുവർലി നിങ്ങൾ പഠിക്കുന്ന രംഗത്തേക്ക് വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾ മൈൻഡിൽ വെച്ച് സെറ്റായിട്ട് പഠിക്കുമ്പോൾ ഈ പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളത് മെയിൻ പോയിൻറ്റ്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ അതിലൊരു സ്ട്രോങ് പിന്നെ ഫോക്കസ് ഉണ്ടാക്കി മാറ്റുകയാണ്. റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കൊരു നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് പുറമെ ആ നോട്ടിൽ നിന്ന് നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വന്തം ഉണ്ടാക്കുന്ന ഷോർട്ട് നോട്ട്, അത് വല്ലാത്ത സംഭവമായിരിക്കും. നമ്മൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നു, നമ്മളുണ്ടാക്കിയ നോട്ട്, പ്രധാനപ്പെട്ട പോയിന്റ് വരുന്ന ഫ്ലാഷ് കാർഡുകൾ, സ്റ്റിക്കി നോട്ട്സുകളൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ, PYQs ഒക്കെ അടിപൊളിയായിട്ട് ചെയ്ത് പഠിക്കുന്നു. മക്കളെ, നിങ്ങൾക്കുള്ളതായിരിക്കും പിന്നെ കെമിസ്ട്രി. ഞാൻ വെറുതെ പറയല്ല. ഇത് അപ്പോൾ എങ്ങനെ ഇതിൻ്റെ ബേസ് മനസ്സിലാക്കും, ഇതെങ്ങനെ വിഷ്വലൈസ് ചെയ്ത് പഠിക്കും എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാര്യം പറയാം. എക്സാം വിന്നറിൻ്റെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കെമിസ്ട്രി നിങ്ങൾ അടിപൊളിയായിട്ട് പഠിപ്പിക്കാൻ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും. ഈ ലെവലിലായിരിക്കും നമ്മൾ പഠിപ്പിക്കുക. നിങ്ങളെ കഷ്ടപ്പെട്ട് നിങ്ങളിങ്ങനെ ഇടങ്ങേറായിട്ട് പഠിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന രൂപത്തിൽ എങ്ങനെ മനസ്സിലാക്കി പഠിക്കാമെന്നും, എങ്ങനെ നമ്മുടെ ലൈഫിലെ എക്സാമ്പിളിലേക്ക് കണക്ട് ചെയ്യാമെന്നും, ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ബന്ധപ്പെട്ടുള്ളതാണെന്നും മനസ്സിലാക്കി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റായിട്ട് കെമിസ്ട്രിയെ മാറ്റാൻ പറ്റും. അങ്ങനെ തന്നെ പഠിപ്പിച്ചു തരാൻ മാക്സിമം നമ്മൾ ശ്രമിക്കും. അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കാറുള്ളത്. കഴിഞ്ഞ കൊല്ലം പഠിച്ച് പോയ സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ചാൽ മതി നിങ്ങൾക്ക്. സോ നിങ്ങൾക്ക് ആ രൂപത്തിൽ നിങ്ങൾക്ക് കെമിസ്ട്രി പഠിച്ച് അടിപൊളിയാക്കി ഈ സബ്ജക്റ്റിനെ ഈസി ആക്കണമെന്നുണ്ടെങ്കിൽ പോന്നോളൂ.
യെസ് സാർ, ഇപ്പോൾ പറഞ്ഞ പോലെയൊക്കെ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റാവണമെന്നുണ്ടെങ്കിൽ +1 അഗ്നി ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. +1 അഗ്നി ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന 2 ടൈപ്പാണ് ബാച്ച് ഉള്ളത്. ബേസിക് ബാച്ചും ഉണ്ട്, പ്ലസ് ബാച്ചും ഉണ്ട്. ഒരു ബാച്ചിൽ 4990 ആണ്, ഒരു ബാച്ചിൽ 5990 ആണ്. എന്താണ് ഈ ബാച്ചിൽ കയറിയാൽ ഞങ്ങൾക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 പ്ലസ് ആയിരിക്കും ബേസിക് ആയിരിക്കും കിട്ടുന്ന 2 ടീമിനും കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിക് വൈസ് ക്ലാസ്. ഓരോ ചാപ്റ്ററിൻ്റെയും ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും. നിങ്ങൾ 10th കഴിഞ്ഞ് വരുന്നവരാണല്ലോ, ഇഷ്ടംപോലെ 10th ഒരു ചാപ്റ്റർ പോലെയല്ല, വലിയ ചാപ്റ്റർ ആയിരിക്കും, ഇഷ്ടംപോലെ ടോപ്പിക് ഉണ്ടാവും. അത് ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ ക്ലാസ് നോട്ട് കിട്ടും. പിന്നെ മുൻ വർഷങ്ങളിൽ ചോദിച്ച PYQൻ്റെ വീഡിയോ സൊല്യൂഷൻസ് നിങ്ങൾക്ക് ആപ്പിൽ കിട്ടുന്നതാണ്. ചാപ്റ്റർ വൈസ് എക്സാംസ് നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ എക്സാംസ് കഴിയുന്നു. ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് സ്വന്തം ചെയ്ത് നോക്കാനുള്ള വർക്ക് ഷീറ്റ്സ് കിട്ടുന്നു. ഇത്രയും കാര്യങ്ങൾ 2 ബാച്ചിനും കോമൺ ആയിട്ട് കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഒരു ചാപ്റ്റർ മാത്രം വെച്ചാലേക്ക്, ഒരു ചാപ്റ്റർ വെച്ചിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുമ്പോൾ, ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ എക്സ്പേർട്ടായി മാറാണ്. പിന്നെ ബേസിക് ബാച്ച് അല്ല പ്ലസ് ബാച്ചിൽ ചേരുന്നവർക്കാണെങ്കിൽ അതിൻ്റെ കൂടെ ബുക്ക് സെറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് പഠിക്കാൻ ഹെൽപ്പിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാവും, അതിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ ബുക്ക് ഉണ്ടാവും. ആൻഡ് ഓൾസോ അവസാന സമയത്ത് ലാസ്റ്റ് നിങ്ങൾ എക്സാം സമയത്ത് റിവിഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റിവിഷൻ ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടും. അത് ബേസിക് ബാച്ച് ആയിരിക്കും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഏതായിരിക്കും നല്ലത്. ബുക്ക് സെറ്റ് ഉണ്ടാവുക, ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യങ്ങളാണ്. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളത്. കാരണം ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ നമ്മൾ അതിലങ്ങ് എക്സ്പേർട്ട് ആവുള്ളൂ. സോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ജോയിൻ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ അങ്ങ് പഠിപ്പിക്കുക, അങ്ങനെ കാണാപ്പാടം പഠിക്കുക എന്നുള്ളതല്ല. ഇഷ്ടപ്പെട്ട് ഇത് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇത് ലൈഫായിട്ട് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞുള്ള രൂപത്തിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന കാര്യം നമ്മളേറ്റു. നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ നിങ്ങൾ ഒരുങ്ങി വന്നാൽ മാത്രം മതി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നീറ്റും കൂടെ വെച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ പിന്നെ വിവരങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ JEE ബാച്ചാണ് ഉദ്ദേശിക്കുന്നവർക്ക് യോധ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എനിവേ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ വിളിച്ചോ, ഈ നമ്പറിൽ വിളിച്ചിട്ട് ജോയിൻ ചെയ്തോളൂ. അടിപൊളിയായിട്ട് +1 എല്ലാ ടോപ്പിക്കും നമുക്ക് പഠിച്ച് മുന്നേറാം.